പേര് നിതിൻ, വയസ്സ് 29, സ്ഥലം കോഴിക്കോട്. ഞാൻ പഠിക്കാൻ ഇങ്ങനെ ഒരു ഫീൽഡ്, ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആ യൂട്യൂബിൻ്റെ അകത്ത് ഈസി ടു മേക്ക് ബിരിയാണി എന്ന് പറയുന്ന ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെ അത് കണ്ടുകൊണ്ട് ഞാൻ വന്നു. പിന്നെ വെച്ചാൽ കിച്ചണിൽ ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു 22 വയസ്സുള്ളപ്പോൾ ഷിപ്പിൽ കയറിയതാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ഒരു സ്കില്ല് പഠിക്കണം. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ ഇട്ടാൽ കൊള്ളാം എന്നുണ്ട്. അത് അവര് നടക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വന്നു മാത്രം. ഇല്ല, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചതൊക്കെ. ഫാദറിന് ഫാർമസി ആയിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു ഡോക്യുമെന്റ് അസറ്റ് എന്ന് പറയില്ലേ, ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള ടീമായിരുന്നു. ഇങ്ങനെയാണ്. ഫിനാൻഷ്യലി ഒരു ഡൗൺ സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടില്ല. ചില്ലറല്ല ഇതുണ്ടാവുന്നല്ലാതെ ഒരു ഫിനാൻസ് ഡൗൺ എനിക്ക് അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഒരു സ്റ്റാർട്ടിങ്ങിൽ അധികം കിച്ചണായിട്ട് പരിചയമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഇത് എക്സ്ട്രീം ഹെൽപ്ഫുൾ ആണ്. ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ട്, ഇങ്ങനെ എന്താണ് 35 മിനിറ്റ്സ് ഒരു ബിരിയാണിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞൊരു 1 ഡേ പരിപാടിയാണ്. അപ്പൊ അത് ഇത്ര എളുപ്പമായിട്ട് ഒരാൾ ചെയ്യുന്നെങ്കിൽ അതെന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ഇല്ല, ഇവിടെ കെമിക്കലായിട്ട് ആഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ മസാലയൊക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് കെമിക്കലായിട്ട് ആഡ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. നല്ല ബിരിയാണികളാണ്. എന്നുവെച്ചാൽ നമ്മൾ സ്വതവേ കാണുന്ന ഒരു ബിരിയാണി ഹാങ് ഓവേഴ്സ് ഉണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇപ്പോ കൊക്കക്കോല പോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കണം അങ്ങനെ ഒരു ഇത് അതില്ല. വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി. പിന്നെ നമ്മളറിയും എന്താ പറയുക, ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓഫ് ആവുന്ന ഒരു ഒന്ന് ഡൗൺ ആവുന്ന ഒരു സ്റ്റേറ്റ് വരാറുണ്ട് പലപ്പോഴും. അതില്ല എന്ന് വരുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ടേസ്റ്റും അത്യാവശ്യം നല്ല ടേസ്റ്റുകളാണ്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ടേസ്റ്റ് ക്വാളിറ്റി ഫുഡിന്. പിന്നെ നല്ല മസാലകളാണ്. ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ്. സോ ഡീപ്പാണ്, നമുക്ക് തൊട്ട് ചെയ്ത് കണ്ട് പഠിക്കാം. അതിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ, എന്റർപ്രണറിനെ വേറെ ആക്കണം, കുക്കിനെ വേറെ ആക്കണം. ഓരോരുത്തരുടെ ആവശ്യപ്രകാരം വേറെ വേറെ ആക്കിയാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ്. അപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു കിച്ചൺ എങ്ങനെ റൺ ചെയ്യണം, ഒരു കിച്ചണിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഒരു കിച്ചണിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കണം, എന്തൊക്കെ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ യൂസ് ചെയ്യണം, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടൈം, ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇത്ര മണിക്ക് എൻഡ് ചെയ്യണം, ഇത്ര മണിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്ത ആളല്ല. അപ്പൊ ആ ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കണ്ട് അറിയാൻ, നമുക്ക് ഫീൽ ചെയ്ത് ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടിയത് വലിയൊരു ഉപകാരമാണ്. സോ മണി കൊടുത്താണ്. പ്രായം അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല. നമുക്കിപ്പോ 18 വയസ്സുള്ളതിന് മുതൽ ബിരിയാണി ഇപ്പൊ ഏത് വയസ്സുകാരനും ഉണ്ടാക്കിയാലും നമ്മൾ കഴിക്കുമല്ലോ. അപ്പൊ പിന്നെ ഏത് വയസ്സുകാരനും അത് പഠിക്കാം. ഏത് ആണായാലും പെണ്ണായാലും പഠിക്കാം. ഇത് ഇപ്പൊ ബിരിയാണിയുടെ കേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുഡിന്റെ കേസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് കണ്ട് അറിഞ്ഞ് കേട്ട് പഠിക്കുന്നതാണ്. ലൈക്ക് നമുക്കിപ്പോ ഇവിടെ വന്നാല് ദം വെക്കുന്നതൊക്കെ തൊട്ടറിയാതെ നമുക്കത് ആവും ചെയ്യില്ല. നമുക്കിപ്പോ എത്ര പറഞ്ഞു തന്നാലും നമുക്കതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. ചിലർക്ക് പറ്റുമായിരിക്കും, പക്ഷെ എന്റെ കേസിലെന്ന് വെച്ചാൽ അത് നടക്കില്ല. എനിക്ക് ഓൺലൈൻ കോഴ്സുകൾ ഞാൻ ഇതിന് മുന്നേ കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഈസി ആയിരുന്നു. പെട്ടെന്ന് ഒരു വീക്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് സാധനം ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം അതേ ഫീൽ നമുക്ക് ചെയ്താൽ മതി. ഇത് ആരോ പറഞ്ഞു തന്നിട്ട് അത് അവരുടെ ഇതില് നമ്മളൊരു യൂട്യൂബില് അവരിട്ട ഒരു വീഡിയോന്റെ റിവ്യൂ പോലെ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം നേരിട്ട് വരുന്നതാണ് നല്ലതാണ്. പഠിക്കുക, പഠിച്ചിട്ട് ചെയ്യുക. പിന്നെ സാറ് പറഞ്ഞ പോലെ ഹോട്ടലുകൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതായിലാക്കുക. അല്ലെങ്കിൽ തന്നെ കോൺഫിഡൻസ് വലുതിൽ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് അതിൽ ചെയ്യാം. എൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പഠിച്ചിട്ട് ചെയ്യാം. എന്താണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും പഠിച്ചിട്ട് ചെയ്യാം. ഒരു ബ്രദർ, നമുക്കൊരു മെന്റർ, ഒരു ഡിസിപ്ലിൻഡ് ആയ മനുഷ്യൻ, ലൈക്ക് പിന്നെ ഒരു എന്താ തന്നെ പറയാം, ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനുള്ള കഴിവുള്ള
ഗ്രേറ്റ് ടീച്ചർ. എനിക്ക് തോന്നുന്നു അധികം ടെമ്പേർഡ് ആവുന്ന ഒരു വ്യക്തി എല്ലാം തോന്നുന്നു. ഞാനിപ്പോൾ വന്നിട്ട് 10-14 ദിവസമായില്ലേ, 21 ദിവസം, 17 ദിവസമായി. അതിൻ്റെ ഇടയിൽ അധികം ചൂടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരോടും കാര്യത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് പക്ഷേ കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇത് കണ്ടിട്ടില്ല. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ എനിക്ക് ബിസിനസ്സാണ് കൂടുതൽ മനസ്സിലായത്. ബിരിയാണി മനസ്സിലായി, എങ്ങനെ വെക്കണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ മനസ്സിലായെങ്കിലും ബിസിനസ്സിൽ എനിക്ക് കുറേ ഇൻസൈറ്റ്സ് ഉണ്ടായിട്ടില്ല. ലൈക്ക് മീഡിയ സെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓൺലൈനിലൊരു ഫേസ്ബുക്ക്, യൂട്യൂബൊന്നും നമുക്കില്ല, ചാനലുകളൊന്നുമില്ല. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അതിന് ഇത്രയും സോഷ്യൽ ക്യാപിറ്റൽ ആക്ച്വലി ഇത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തോന്നിയത് ഇവിടെ വന്നിട്ടായിരിക്കാം ആണ് തോന്നുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു ബിസിനസ് ഗെയിന്. ബിരിയാണി ഗെയിന് നമുക്ക് ഉള്ളിൽ ഇതൊന്നും ഇല്ലാതെ വെക്കാം, പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ആ മസാലയുടെ ഒരു ഇൻസൈറ്റ് ഉണ്ട്. എനിക്ക് ബിസിനസ് കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ് ചെയ്ത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാനിൽ ഒരു അംഗമായാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഒരു സ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഇതിൽ ഇനി അത് മുന്നോട്ട് പോയാൽ എനിക്ക് ബെനിഫിറ്റ് ആണ് എന്ന് തോന്നിയാൽ, ഇതിലൊരു ഭാവി ഉണ്ടോന്ന് തോന്നിയാൽ തീർച്ചയായും. ആക്ച്വലി ബിരിയാണിയാണ് 4 തരം പഠിച്ചു. 3 തരം: ഹൈദരാബാദി, ആമ്പൂർ ആൻഡ് തലശ്ശേരി. പിന്നെ മന്തി ഉണ്ടാക്കാൻ പഠിച്ചു, നല്ലൊരു ചില്ലറ സ്വീറ്റ്സ് ഒക്കെ. പിന്നെ ഫ്രൈഡ് റൈസ് അടിക്കാം, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. സോഷ്യൽ മീഡിയ അസറ്റ് നല്ലൊരു സ്ഥാപനമാണ്, നല്ല ആൾക്കാർക്ക് ഒരു സപ്പോർട്ടിങ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു, കുറെ നല്ല മനുഷ്യന്മാരെ കണ്ടു, കുറെ നല്ല മീഡിയ പേഴ്സണാലിറ്റീസിനെ കണ്ടു, പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എന്നൊക്കെ പ്രായമുള്ള കുറച്ച് പിള്ളേരെ കണ്ടു. അപ്പോൾ അങ്ങനെ നല്ല കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഒരു ഗാദറിങ് സ്പോട്ടാണ് ഇത്. അതുപോലെ ഏത് പ്രായക്കാർക്കും വന്നിട്ട് അവർക്കൊന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ കുക്കിംഗ് പഠിക്കാം, ജോലി നേരെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നല്ല സ്പേസ് ആണ്, ആൾക്കാർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ്. ബിസിനസ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, അതിനെക്കുറിച്ച് പഠിക്കാം. ബിരിയാണി ചെയ്യേണ്ടവർക്ക് അത് പഠിക്കാം. ശരി, നല്ലൊരു സ്പോട്ടാണ്. കുറച്ചും കൂടി ഒന്ന് എനിക്ക് തോന്നുന്നു ഭാവിയിൽ വളരുമ്പോൾ വീണ്ടും വരാൻ പറ്റുമെങ്കിൽ ഞാൻ പറ്റും.